കോട്ടയം CMS കോളേജിൽ ബീഫ് ഫെസ്റ്റിന്റെ പ്രിൻസിപ്പൽ SFI പ്രവർത്തകർ ആക്രമിച്ചുവെന്ന വാർത്ത തെറ്റെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ ടിവിക്ക്. SFI യൂണിറ്റ് കമ്മിറ്റിയാണ് ബീഫ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ബീഫ് ഫെസ്റ്റിന് നേതൃത്വം നൽകിയ 10 SFI പ്രവർത്തകർക്ക് സസ്പെൻഷൻ ഉണ്ട്. സാമുദായിക സ്പർദ്ധയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചതിനാണ് സസ്പെൻഷൻ നടപടിയെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. കോട്ടയം CMS കോളേജിൽ SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബീഫ് ഫെസ്റ്റ് നടത്തിയത്. വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമെന്നായിരുന്നു CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയലിന്റെ വിശദീകരണം. ബീഫ് വിതരണം ചെയ്യാൻ തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞു പറ്റത്തില്ല. കാരണം പോലീസിൽ അറിയിച്ചെങ്കിൽ തന്നെയും പോലീസ് വരുന്നതിന് അല്പസമയം എടുക്കുക. ആ സമയത്തുള്ളിൽ ഇവരെ ബീഫ് വിതരണം ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് തടഞ്ഞു. പറഞ്ഞപ്പോൾ എന്നെ പിടിച്ചു തള്ളി. അപ്പോൾ പിന്നെ ഒരു അക്രമാസക്തമായിട്ടൊരു രീതിയായിരുന്നു. CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോയ് സാം ഡാനിയൽ പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വിദ്യാർത്ഥികൾ ബീഫ് വിതരണം ചെയ്യുന്നതിനിടെ എത്തിയ പ്രിൻസിപ്പൽ ബീഫ് നിറച്ചിരുന്ന പാത്രം കാൽകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പ്രകോപനം സൃഷ്ടിച്ചു. അടുത്തുനിന്ന വിദ്യാർത്ഥിയുടെ വസ്ത്രത്തിലേക്ക് കറി ചിതറിത്തെറിച്ചു. എന്നിട്ടും യാതൊരു സംഘർഷത്തിനും മുതിരാതെ വിദ്യാർത്ഥികൾ ബീഫ് വിളമ്പിക്കൊണ്ടേയിരുന്നു. ഈ സമയം പ്രിൻസിപ്പലും വിദ്യാർത്ഥികൾക്ക് നടുവിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾ SFI അനുകൂല മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. ഈ മുദ്രാവാക്യങ്ങൾ എങ്ങനെ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുമെന്ന് വിശദീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പ്രിൻസിപ്പലിന്റെ നടപടിക്കെതിരെ പ്രതിഷേധമറിയിച്ച് സമാധാനപരമായി പിരിഞ്ഞ വിദ്യാർത്ഥികളിൽ 10 പേരെയാണ് പ്രിൻസിപ്പലും സ്റ്റാഫ് കൗൺസിലും യോഗം ചേർന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. സസ്പെൻഷൻ നടപടി ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവുമാണെന്നും അംഗീകരിക്കില്ലെന്നും SFI ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.